നല്ല സിനിമയാണ്. നല്ല ഒരു പോസിറ്റീവ് വൈബുള്ളൊരു സിനിമയാണ്. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. എൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാണുന്നവർക്കെല്ലാം സന്തോഷം തരുന്നൊരു സിനിമയാണ്. ഫസ്റ്റ് ഫിലിം ചെയ്തൊരു ഡയറക്ടറാണെന്ന് തോന്നുന്നില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷനിലേക്ക് നന്നായിട്ട് കണക്റ്റഡ് ആകുന്നൊരു സിനിമയാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. സിനിമ അത്യാവശ്യം നല്ല സിനിമയാണ്. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ രീതിയിൽ സംഭവിക്കാവുന്നൊരു കുഞ്ഞു പ്ലോട്ടാണ്, ഒരു ഇമോഷണൽ പ്ലോട്ടാണ്. അതെടുത്ത് വെച്ച് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പടമാണ്. പിന്നെ നമ്മുടെ ഷാജു ചേട്ടനും മനുവും മറ്റ് അഭിനേതാക്കളൊക്കെ അത്യാവശ്യം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് കേട്ടോ. നല്ല സന്തോഷം. നമുക്ക് എനിക്ക് അറിയാവുന്ന കഥകളൊക്കെയാണ്. പക്ഷേ പിള്ളേരൊക്കെ അറിയാം. ഒരു അത്തരത്തിലുള്ള ഇമോഷനുള്ള സിനിമയാണ്. ഒരു കുഞ്ഞ് ഇമോഷൻ എല്ലാ വീടുകളിലും സംഭവിക്കാവുന്ന കാര്യമാണ്. അതിനെടുത്ത് രസമായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഫാമിലി തിയേറ്ററിലോട്ട് വരിക. നിങ്ങൾ 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ടിക്കറ്റിൻ്റെ പൈസ മുഴുവൻ തിരിച്ചു തന്നേക്കാം. പ്രൊഡ്യൂസറിനെ കൂടെ നിർത്തിയിട്ട് പറയാം, ഉറപ്പായിട്ട് പറഞ്ഞു. നമ്മളൊരു കാര്യമുണ്ട്, എല്ലാവരും കരഞ്ഞു വരുന്നത് സന്തോഷം കൊണ്ടുള്ളൊരു കരച്ചിലാണ് കേട്ടോ. അതല്ലാതെ ഇതിൻ്റെ അകത്തൊരു വയലൻസോ അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ നമ്മൾ കണ്ണുനീരെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം കൊണ്ടുള്ളൊരു കണ്ണുനീരാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മയോടോ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിയോടോ നമ്മുടെ ചേട്ടനോടോ നമ്മുടെ സഹോദരിയോടോ നമ്മുടെ അച്ഛനോടോ ഒക്കെ തോന്നുന്ന ഒരു ഇമോഷനിൽ വരുന്ന ഒരു കണ്ണുനീരുണ്ടല്ലോ. അവരോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് വരുന്നൊരു കണ്ണുനീരുണ്ടല്ലോ. അതാണ് കണ്ണുനീരെന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഒരു ട്രാജഡി ഇല്ല, ഒരു ട്വിസ്റ്റോ ഒരു എന്താണ് അങ്ങനത്തെ ഒരു ത്രില്ലർ സിനിമയൊന്നുമല്ല. ഇത് നമ്മുടെ ഫാമിലിയിലെല്ലാം നമ്മൾ കണ്ടുവരുന്ന കുറേ സീക്വൻസുകൾ ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഫാമിലി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഫാമിലിയായിട്ട് വന്ന സിനിമ കാണാം. നല്ല സിനിമയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് സിസ്റ്റർ ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര റിലേറ്റബിളാണ്. വിഷമാവും നമുക്ക്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇമോഷണലി നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആക്കുന്ന ഒരു ചിത്രമാണ്. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പെർഫോമൻസും സന്തോഷമാണ്. കാരണം അതൊരു എപ്പോഴും ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്നത്, ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഇമോഷൻസ് കടന്നു പോലുണ്ട്. സന്തോഷം ഉണ്ടാവും, ഔട്ട് ഓഫ് സന്തോഷം, ആ സന്തോഷത്തിലൂടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ രീതിയിലും റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമയാണ്. സന്തോഷം. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അനു ആണെങ്കിലും അമിതാണെങ്കിലും ആ കുഞ്ഞു കുട്ടിയുണ്ട്, ഒരു കുട്ടി, പുള്ളിക്കാരത്തി എനിക്ക് പേരറിയില്ല, ഭയങ്കര രസമായിട്ടുണ്ട്. ഷാജൻ ചേട്ടൻ, എല്ലാവരും ഓൾറെഡി പ്രൂവ്ഡ് ആണ്. മല്ലിക ആൻറ്റിയൊക്കെ നല്ല രസമുള്ളൊരു ചിത്രമാണ്. നല്ല ഒരു സന്തോഷം തരുന്ന നല്ലൊരു ഫാമിലി മൂവി. അനു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. അപ്പം അനുവിനെ ഈ നമ്മുടെ സമയം ഇതെല്ലാം കഴിഞ്ഞ് കുറേ മൂവീസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൽ ഇപ്പം കണ്ടതിൽ ഈ അടുത്ത കാലത്ത് കണ്ടത് നല്ലൊരു ഫാമിലി മൂവി. പിന്നെ മോൾ ആ കുഞ്ഞ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അനുവിനെ സ്ക്രീനിൽ കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് അനു മുമ്പ് തുടക്കം മുതൽ തന്നെ അനു എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ നല്ല മേക്കിംഗ്, നല്ല പാട്ടുകൾ. ഷാജോൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആശേച്ചി, എല്ലാവരും അവരുടെ റോൾ, മല്ലിക ആൻറ്റിയൊക്കെ അവരുടെ റോളുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. കുഞ്ഞ് ഭയങ്കര ലാസ്റ്റത്തെ മൊമെന്റ്സ് ഒക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നല്ല സിനിമയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ ഒരു ചിരി വെച്ചിട്ടാണ് നമ്മൾ കാണുന്ന പടം. എനിക്ക് തോന്നുന്നു ഫാമിലി എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ നമുക്ക് ചേട്ടൻ, അനിയത്തി, അങ്ങനെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് സ്വന്തം ചേച്ചി ഉള്ളത് കൊണ്ട് എനിക്ക് ആ വിഷമം മനസ്സിലായി. സോ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ പടം കാണാൻ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ശരി. സന്തോഷം എന്ന് പേരിട്ട് കരയിപ്പിച്ചു, പക്ഷെ എന്നാലും സന്തോഷമുണ്ട്. ഇങ്ങനെ നല്ലൊരു സിനിമ ഉണ്ട്. ഷാജു ചേട്ടൻ ചിരിപ്പിച്ചാൽ മതി, കരയിപ്പിക്കരുത്. ഞങ്ങൾക്ക് ചിരിപ്പിക്കുന്നതാണ് ഇഷ്ടം. ഭയങ്കര സെൻറ്റിമെൻറ്റ്. പെൺമക്കൾ ഉള്ള അച്ഛനും എല്ലാവരും കാണേണ്ട മൂവിയെ പെൺമക്കളെ കാണിക്കണം. പുതിയൊരു ഇതുവരെ നമ്മൾ കാണാത്ത സിസ്റ്റർ ലവ് ഇല്ലേ, അത് ഇതിനകത്ത് കാണും. ഭയങ്കര സെൻറ്റി ആയിട്ടുണ്ട്. നല്ല മൂവി. ഇപ്പം സന്തോഷമായി. നല്ലൊരു മൂവി കണ്ടതിൻ്റെ ഫസ്റ്റ് ഭയങ്കര സന്തോഷമായിരുന്നു, പിന്നെ കരയിപ്പിച്ചു, സങ്കടം വന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണാൻ ഉണ്ടായിരുന്നു. ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഫാമിലി പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അടിപൊളിയായിരുന്നു. ഇതിലെ അഭിനയിച്ചേക്കുന്ന ആ കുട്ടി ഉൾപ്പെടെ ഷാജോൻ ചേട്ടൻ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട്, പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഈ പേര് പറയുന്ന പോലെ തന്നെ എല്ലാവരും ഉറപ്പായിട്ടും പോയി കാണേണ്ട സിനിമയാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു. നല്ല ഫാമിലി മൂവി കേട്ടോ. നല്ല സിനിമ, സൂപ്പർ. ഇമോഷണലി നല്ല കണക്റ്റഡ് ആണ്. അടിപൊളിയായിട്ടുണ്ട് പടം, നന്നായിട്ടുണ്ട്. സൂപ്പർ.
നന്നായിട്ടുണ്ട്. അനു സിത്താര കൊച്ചു സൂപ്പറായിട്ടുണ്ട്. അമിത്, ഷാജു ചേട്ടൻ നന്നായിട്ടുണ്ട്. നല്ല പടം, പക്ക ഫാമിലി മൂവി, സൂപ്പർ നൈസ്. നല്ലൊരു സിനിമയാണ്. നല്ല ഫാമിലി ആയിട്ട് നമുക്ക് പോയി കണക്റ്റ് ആവുന്ന എല്ലാ ഇമോഷൻസും ഈ സിനിമയിലുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ സിനിമ കണ്ടത്. ആ പടത്തിൻ്റെ പേര് പോലെ തന്നെയാണ്. നല്ല സന്തോഷമുണ്ട്. അതുപോലെ ഷാജോൻ ചേട്ടൻ, സിത്താര, പിന്നെ അമിതേട്ടനൊക്കെ വേറൊരു രീതിയിൽ നമുക്ക് തോന്നിയത്. ആ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് വർക്കായിരുന്നു. എല്ലാവരും കാണേണ്ട സിനിമയാണ്. 2 മണിക്കൂറേ ഉള്ളൂ. കുഞ്ഞു സിനിമയാണ്, എല്ലാവരും ഒന്ന് കാണണം. പിന്നെ പറഞ്ഞ പോലെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അനു, ആശ, മല്ലികാൻറ്റി എല്ലാവർക്കും നല്ലൊരു സ്പേസ് ഉണ്ട് സിനിമയിൽ. പിന്നെ കുറച്ച് നേരമേ ഉള്ളൂ. 2 നല്ല പാട്ടുകളാണ്. സന്തോഷത്തിലെ പാട്ടുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല പാട്ടാണ്, നല്ല BGM ആണ്, എല്ലാം കൊണ്ടും ഒരു ഫുള്ളി പാക്ഡ് നല്ലൊരു എൻ്റർടൈനറാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, അഭിപ്രായം പറയുക. നിങ്ങളെല്ലാവരും കാണണം.